ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. കർത്താവേ, അങ്ങേക്ക് കൊടാനുകോടി നന്ദി പറയുന്നു. കർത്താവേ, ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും ആത്മാവിന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരുന്ന് തുടർന്ന് ദൈവത്തിൽ നൽകുന്ന സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമ്മളത് കാണുകയും കേൾക്കുകയും ചെയ്ത് കർത്താവിന് കൊടാനുകൂടി നന്ദി പറയുകയാണ്. ഒരു സാക്ഷി ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ഐശ്വര്യ. ഞാൻ എറണാകുളം ജില്ലയില് കളമശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 3.5 വയസ്സ് മുതൽ എന്റെ സ്കിന്നിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു വരും, ചൂടുകുരു പോലെ പൊങ്ങി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഓരോ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഓരോരുത്തരും ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലരൊന്ന് പൊടിയുടെയാന്ന് പറഞ്ഞു, ചിലർ കൊതുക് കടിക്കുന്നതാന്ന് പറഞ്ഞു, മണ്ണിന്റെയാന്ന് പറഞ്ഞു. കൃത്യമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് അറിയാതെ ഞാൻ ഒരു 7ാം ക്ലാസ് വരെ, ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നത് വരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എപ്പോഴും ശരീരത്തിൽ ഒരു അലർജി ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, കുട്ടിക്ക് ഒരു സ്വസ്ഥതയില്ല. അങ്ങനെയായിരുന്നു 7ാം ക്ലാസ് വരെ. ഏത് തിരക്കിനിടയിൽ എന്റെ കൈ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു ആൾക്കാർക്ക്. അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുന്നത്. അപ്പൊ ഞാൻ അക്രൈസ്തവ ആയതുകൊണ്ട് ഞാനതിന് പോയില്ല. അപ്പൊ ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. എറണാകുളം കച്ചേരിപ്പടി സെന്റ് ആന്റണീസിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ കോൺവെന്റിലായിരുന്നതുകൊണ്ട് എന്റെ കൂട്ടുകാരൊക്കെ പോയ സമയത്ത് ഞാൻ പോയിട്ടില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം വന്നപ്പോ ലാസ്റ്റ് ഡേ, ധ്യാനത്തിന്റെ പിറ്റേ ദിവസം ലാസ്റ്റ് ഡേ അന്ന് എന്നോട് കൂട്ടുകാർ വന്ന് പറഞ്ഞു, എടാ മോഡേൺ ബ്രെഡ് കിട്ടും, നല്ല ചൂടാ, നീയും വായോ കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ മോഡേൺ ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ധ്യാനത്തിന് കൺവെൻഷനോടെ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോക്കസ് മുഴുവൻ ബ്രെഡിലാണ്. അങ്ങനെ ധ്യാനത്തിനായിട്ട് അവസാനം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ട് ആരാധന ഉണ്ടായിരുന്നു. ഈ അച്ഛൻ മുതൽ ധ്യാനത്തിന്റെ അച്ഛൻ വരെ ആരാധന ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ എന്റെ ഈ അലർജിയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കോമൺ ആയിട്ട് ഈശോയെ പഠിക്കാൻ ബുദ്ധി തരണേ, എന്റെ അമ്മേനെ നോക്കിക്കോണേ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. എന്റെ അലർജിനെ കുറിച്ചിട്ട് ഞാൻ മെൻഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ധ്യാനം കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു, എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആരും ഈശോ ഇവിടുന്ന് വെറും കൈയോടെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ധ്യാനം കഴിഞ്ഞ് ഞാൻ ബൈബിൾ എടുക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ സമയത്ത് ഞാൻ എന്റെ കൈ നോക്കിയതും ഒരു പാട് പോലും അവശേഷിപ്പിക്കാത്ത വിധം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളുകളായി, കുറെ വർഷങ്ങളായിരുന്ന ഒരു വലിയ ശാരീരിക ക്ലേശം അത്ഭുതകരമായ അപ്രതീക്ഷയായി. ഇപ്പൊ എനിക്ക് 24 വയസ്സായി. ആ പോയ പോക്ക് പോയതാ, പിന്നെ വന്നിട്ടില്ല. അന്ന് ആരാധന ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് ഒരു മിറക്കിൾ സംഭവിച്ചു. പിന്നെ ഇന്ന് വരെ എത്രയോ വർഷങ്ങളായി 7ാം ക്ലാസ് വെച്ച് പോയതാണ് അല്ലേ? Praise the Lord, praise the Lord, hallelujah, hallelujah. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതുപോലെ എത്രയോ വൻ കാര്യങ്ങൾ വലിയ ശുശ്രൂഷയിലൂടെ കർത്താവ് ചെയ്തതിന് ഈശോയ്ക്ക് നമ്മൾ പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മളിന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് സാമുവേൽ പ്രവാചകന്റെ മനോഹരമായ ഒരു വാക്യാണ്. 1 സാമുവേൽ 12:23. ആ കർത്താവിന്റെ തിരുവചനം എങ്ങനെയാണ്? നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. നമുക്ക് ഈ ഒരു വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അതായത് സാമുവേൽ പ്രവാചകൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, തുടർന്ന് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരിക്കും, ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ച വ്യക്തികൾക്കായിരിക്കും, ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി. പക്ഷെ ചില കൂട്ടുകാരുടെ സ്വഭാവത്തിൽ ഈശോയുടെ ഒരു കൃപ നിറയുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തിയത് കൊണ്ടായിരിക്കും. ദൈവത്തിന്റെ വചനം സാമുവേൽ പ്രവാചകനിലൂടെ എങ്ങനെയാണ് ഓർപ്പിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമുവേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയ പ്രവാചകൻ. ബൈബിളിലെ 2 പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമുവേൽ വലിയ ഒരു ന്യായാധിപനായിരുന്നു. സാമുവേലാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, പിന്നെ 2ാമത്തെ രാജാവിനെ അപ്പോയിന്റ് ചെയ്യണത്. അത്രമാത്രം ശക്തനായ പ്രവാചകനായിരുന്നു സാമുവേൽ. ദൈവം സാമുവേലിന് പ്രത്യക്ഷപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ സാമുവേൽ നമുക്ക് തരുന്ന ഒരു വെളിപാടാണ്, മറ്റുള്ളവർക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യരുത്. അത് കർത്താവിനെതിരായുള്ള പാപമാണ് സാമുവേൽ നമ്മൾ ഓർപ്പിക്കുന്നത്. ഇപ്പൊ ഒരുപക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കുടുംബനാഥൻ, ഇപ്പോ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ഒരു വിശ്വാസത്തിലേക്ക് വരുന്നില്ല, നമ്മൾ പ്രാർത്ഥന നിർത്തരുത്.
തുടർന്ന് പ്രാർത്ഥിക്കണം. തുടർന്ന് പ്രാർത്ഥിക്കാതിരുന്നാൽ അത് പാപമാണെന്നൊരു ചിന്ത. ഒപ്പം തന്നെ നേർവഴി നമ്മൾ ഉപദേശിച്ചു. ഒരു പക്ഷെ മക്കളോ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കാണും, മതി ഇത്രയൊക്കെ നേർവഴി ഉപദേശിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവര് നമ്മുടെ മേൽ ഷൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടരുത്. 1 സാമുവേൽ 12:23 നമുക്കൊരു ജീവൻ നൽകുന്ന ഒരു വചനമാണ്, ഒരു ശക്തി നൽകുന്ന ഒരു വചനമാണ്, കുറെ കൂടെ അഭിഷേകം തരുന്ന ഒരു വചനമാണ്, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനമാണ്. പ്രിയപ്പെട്ടവരെ, വചനം നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. അതിന് ഒരു സംശയമില്ല. ഇത് വചനം കേൾക്കുന്ന ഓരോ വൈദികനും സിസ്റ്റേഴ്സും ഓരോ കുടുംബജീവിതക്കാരും മറക്കരുത്, ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. വേണ്ട, വീണ്ടും അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുക്കണം എന്ന് തന്നെയാണ് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സെന്റ് അഗസ്റ്റിനെ കിട്ടുമോ? മോനിക്ക പറഞ്ഞോ മതി നിർത്തിയേക്കാം, ഇതിനു വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചു, തോന്നിവാസ് ഇഷ്ടം അനുസരിച്ച് പോട്ടെ, നരകത്തിൽ പോക്കട്ടെ, അങ്ങനെയല്ല. മോനിക്ക പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും, മടുപ്പ് കൂടാതെ ഞാൻ പ്രാർത്ഥിക്കും. ഇടയ്ക്ക് സങ്കടം വരും, അംബ്രോസിന്റെ അടുത്ത് പോകും, പിന്നെ ബിഷപ്പാണ്, അദ്ദേഹം പറയും നീ നിനക്ക് അഗസ്റ്റിനോട് പറയാനുള്ള കാര്യം നീ യേശുവിനോട് പറ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്ക്, സ്റ്റോപ്പ് കംപ്ലൈനിങ്, സ്റ്റാർട്ട് സഫറിങ്. പ്രാർത്ഥിച്ചു നമുക്ക് വലിയ 2 വിശുദ്ധരെ കിട്ടി. ഹല്ലേലൂയ. സാമുവേൽ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ പലതരം പ്രലോഭനം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ മടുപ്പായിരിക്കും, ഒരുപക്ഷെ നമ്മുടെ വിശ്വാസക്കുറവായിരിക്കും, ഒരുപക്ഷെ നമ്മൾ അവരെ ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കാന്നുള്ള ചിലപ്പോൾ ചിന്തകളായിരിക്കും.